അയ്യോ, മോള് പാവയെല്ലാം തട്ടിക്കളഞ്ഞല്ലോ. അമ്മാവനോട് പറഞ്ഞ് എടുത്തു തരുമായിരുന്നില്ലേ? മോക്ക് ഏത് പാവയെ വേണ്ടത്? ഇതാണോ? ആഹാ മോളെ, അമ്മ പറഞ്ഞിട്ടില്ലേ കളിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു, മോള് പഠിച്ചു മിടുക്കിയാകണമെന്ന്. മോള് മിടുക്കിയാവും. അച്ഛനെക്കാളും വലിയ ഡാക്ടറാണ്. എനിക്ക് സമയമായി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നിന്റെ പിറന്നാളായിട്ട് ഞാൻ ഊണ് കഴിക്കാൻ വരാതിരിക്കും. 3 കൂട്ടമാ പ്രഥമൻ, അട, പരിപ്പ്, പഴം. അപ്പൊ ഊണ് കഴിഞ്ഞൊന്ന് ഉറങ്ങാൻ കൂടി തയ്യാറെടുത്തോണം വരാൻ. മോളെ, അച്ഛൻ പോയിട്ട് വരട്ടെ. അച്ഛൻ വന്നിട്ടേ ഞാൻ ഊണ് കഴിക്കൂ. ഓ, 12:30 അടിക്കുമ്പോ അച്ഛനോടെ എത്തി. ഞാൻ പോയിട്ട് വരാം. ടാറ്റാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. അങ്ങേ കാണാനൊരു സ്ത്രീ കാത്തിരിക്കുകയാണ്. എവിടെ? റൂമിൽ എത്തിയിട്ടുണ്ട്. എന്താ ട്രബിൾ? അസുഖമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ കണ്ടിട്ട് സുഖമില്ലെന്ന് തോന്നുന്നു. ആരാന്ന് ചോദിച്ചു? അടുത്ത ബന്ധുവാണ്, പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അടുത്ത ബന്ധു? അതാരാ? ഒരു മാഡം, ഡോക്ടർ ബാലകൃഷ്ണൻ. പ്രഭേ, ഇവിടെ ഒന്ന് കാണാൻ, ഒന്ന് കാണാൻ. എന്താ കണ്ട പേടിയാവോ? ഇത് ആണുങ്ങൾക്കുള്ള ഹോസ്റ്റലാണ്. പിന്നല്ലാതെ പെണ്ണുങ്ങൾക്കുള്ള ആക്കിൽ ചെന്നാൽ ബാലേട്ടിനെ കാണാവോ? ആ വേണോ ജോസഫ് ആരെങ്കിലും കണ്ടേ? അവരെങ്കിലും എനിക്കൊരു ചായ വാങ്ങിച്ചു തരും. എന്താ ഒന്നും വേണ്ടാത്ത? മിസ്റ്റർ സദാശിവൻ, യു വെയിറ്റ് ഔട്ട്സൈഡ്. ഞാൻ വിളിച്ചോളാം. യെസ് ഡോക്ടർ. പ്രഭ തനിച്ചേ ഉള്ളൂ? ഹസ്ബൻഡ് എവിടെ? പേർഷ്യയിൽ പണം സമ്പാദിക്കുന്നു. എന്തുണ്ടായി പ്രഭേ? ഈ രൂപത്തിൽ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു കത്തെങ്കിലും അയച്ചുകൂടായിരുന്നു? യാത്ര ചോദിക്കാതെ പോയി, അനുവാദം ചോദിക്കാതെ വന്നു. പ്രഭേ, പ്രഭയ്ക്ക് തീരെ സുഖമില്ല. കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. ഞാൻ എക്സാം ചെയ്യട്ടെ? വേണ്ട ബാലേട്ട, മരിച്ചു കഴിഞ്ഞവളെ എന്തിന് എക്സാം ചെയ്യണം? ഡോക്ടർ സദാശിവൻ. ബാലേട്ട, ഞാൻ ചികിത്സക്കല്ല ഇവിടെ വന്നത്. എന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയാണ്. യെസ് ഡോക്ടർ. ഡോക്ടർ, ഷീ നീഡ്സ് എ തറോ മെഡിക്കൽ ചെക്കപ്പ്. കം ഓൺ, ഗെറ്റ് റെഡി, ക്വിക്ക്. യെസ് ഡോക്ടർ. പ്രഭേ, 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 പ്രഭേ. ഓഹോ, ലാബിലാണെന്നോ? ആ, എന്നാ വിളിക്കണ്ട. നല്ല ഹാപ്പി ബർത്ത്ഡേ. സാധാരണ താമസിച്ചാൽ ഫോണെങ്കിലും ചെയ്യുന്നതാണ്. ഇന്ന് അതുമില്ല. കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും. ഞാൻ അച്ഛൻ വന്നിട്ടേ ചോറുണ്ണു. അങ്ങനെ പറയല്ലേ മോളെ. അച്ഛൻ സമയത്ത് ഊണ് പോലും കഴിക്കാതെ ജോലി ചെയ്യുന്നത് മോക്കും അമ്മയ്ക്കും വേണ്ടിയല്ലേ? ആ, ഒരു ഉമ്മതാ.
പടി ചവിട്ടി കയറിയതേ ഉള്ളൂ, അതിനു മുമ്പ് കിതയ്ക്കുന്നു. പിന്നെ ഈ തടി കൊണ്ട് എന്താ പ്രയോജനം? ഓടി ഓടി തളർന്നു പോയി. പിക്നിക്കിനെന്ന് പറഞ്ഞു വന്നിട്ട് കിഴവനെ പോലെ ഒറ്റ കിടപ്പ്. ദേ അങ്ങോട്ട് നോക്കിയേ, അവിടുത്തെ ബഹളം കണ്ടോ? ഒന്ന് എണീറ്റ് വാന്ന്. ആ സ്പെഷ്യൽ വാർഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോവാം. എനിക്കെന്തിനാണ് സ്പെഷ്യൽ വാർഡ്? ഇവിടെ തന്നെ വരണമെന്ന് ആഗ്രഹിച്ചു, അത് സാധിച്ചു. ഇനി ആർക്കും ഭാരമാകാതെ പ്രഭയുടെ രോഗം പൂർണ്ണമായും സുഖപ്പെടും. ജീവിക്കാൻ മോഹം ഉണ്ടെങ്കിലല്ലേ സുഖപ്പെടണമെന്ന് ആശിക്കൂ. എനിക്ക് ജീവിക്കാൻ മോഹമില്ല. അവശത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പോരെങ്കിൽ ഇന്നത്തെ ടെസ്റ്റുകൾ വിശ്രമമാണ് ഇപ്പോൾ ആവശ്യം. അതെ, വിശ്രമിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ മനസ്സിന്റെ വിശ്രമം അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്റെ ബാലേട്ട, ഈ മിസ് പ്രഭ എന്ന് വിളിക്കാനേ ഞാൻ എന്താ 35 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഹെഡ്മിസ്ട്രസ് ആണ്. എന്താ പ്രഭ എന്ന് വിളിച്ചൂടെ? ഓ, ഞാൻ മിസ്റ്റർ ബാലകൃഷ്ണൻ എന്ന് വിളിക്കണമെന്നായിരിക്കും. അത് നടക്കില്ല, ഞാൻ ബാലേട്ടാന്നേ വിളിക്കൂ. വിളിച്ചോളൂ. എന്റെ ബാലേട്ടാന്ന് വിളിച്ചോട്ടെ. എന്താ ഞാൻ എന്റെ ബാലേട്ടനെ വിളിച്ചത് ഇഷ്ടമായില്ലേ? എന്താ പ്രഭേ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നെനിക്കതിന് അർഹതയില്ലല്ലോ. ഒരു ഡോക്ടർ എല്ലാവർക്കും സ്വന്തമാണ്. ബാലേട്ടന്റെ ഭാര്യ സുന്ദരിയാണോ? വൈരൂപ്യമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ബാലേട്ടന് വലിയ സ്നേഹമാണോ? അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഭർത്താവിനെ പോലെ തന്നെ? അതെനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാമല്ലോ. ഒരു കുഞ്ഞേ ഉള്ളൂ അല്ലേ? പ്രഭ എല്ലാം അറിഞ്ഞിരിക്കുന്നു. എന്താ മോളുടെ പേര്? പ്രഭ. പ്രഭയോ? അതെ. എന്താ? അത് മാത്രം ഞാൻ അറിഞ്ഞിരുന്നില്ല. പേര് ഇഷ്ടമായോ? റൂം റെഡി സാർ. വേണ്ട, എനിക്ക് കോമൺ വാർഡിൽ ഒരു ബെഡ് കിട്ടിയാൽ മതി. അത് നിശ്ചയിക്കുന്നത് ഞാനാണ്. ഐ ആം യുവർ ഡോക്ടർ. ഐ എം സോറി. സിസ്റ്റർ, ഡോക്ടർ സദാശിവനെ കൂടി വിളിച്ചോളൂ. വേണ്ട ചെയ്യും. പ്രഭേ, എനിക്ക് വേണ്ടിയെങ്കിലും ഞാൻ പറയുന്ന അനുസരിച്ചു. ഓ, മണി 4:30. ഇന്നെങ്കിലും ഉച്ചയ്ക്ക് കൃത്യസമയത്ത് ഊണ് കഴിക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇന്നെന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ വാർഡിൽ വന്ന് കണ്ടോളാം. ടേക്ക് റെസ്റ്റ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ പ്രഭയുടെ അച്ഛനാ. കൂടെ ഉണ്ടായിരുന്ന വിവരം പ്രഭ പറഞ്ഞില്ലല്ലോ. അങ്ങേ തനിച്ച് കണ്ട് സംസാരിക്കണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. ഞാൻ പാപം ചെയ്തവനാണ്, ക്ഷമിക്കണം. എന്റെ മകളുടെ ജീവൻ അങ്ങയുടെ കയ്യിലാണ്. എനിക്ക് മറ്റാരുമില്ല, രക്ഷിക്കണം. എന്നാലാവത് ഞാൻ ശ്രമിക്കും. അപ്പോ അമ്പലത്തിലേക്ക് വരുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചു? ശാന്തി പോയിട്ട് വരൂ. എനിക്ക് വല്ലാത്ത ക്ഷീണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നെന്തോ പറ്റി. ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വന്നു. കുളിച്ചില്ല, ഒന്നും കഴിച്ചുമില്ല. എന്നോട് എന്തോ പിണക്കമാണ്. നിന്നോടോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഓവർ വർക്കാണ്. കുളിച്ച് ഫ്രഷ് ആവും. ഞങ്ങൾ പോയിട്ട് ഉടനെ വരാം. ദീപാരാധന കഴിഞ്ഞു പോകും. ശരി, പോയിട്ട് വരൂ.
എനിക്കാകെ പേടിയായിരുന്നു, കുട്ടികളെല്ലാം കൂവി വിളിക്കുമെന്ന്. പ്രഭയെന്ന് തകർത്തു. ബഹളമുണ്ടാക്കാൻ കരുതിക്കൂട്ടി വന്നവർ പോലും മയങ്ങിയിരുന്നു. ഞാൻ മറ്റാരെയും കണ്ടില്ല, മുമ്പിലിരുന്ന ബാലേട്ടനെ മാത്രമേ കണ്ടുള്ളൂ. ഹലോ ഭാഗ്യവാൻ, ഡാൻസ് കണ്ട ക്ഷീണത്തിൽ കിടക്കുകയായിരിക്കും. ഇരിക്കൂ. വലിയ യോഗ്യനായി നടന്ന് കാര്യം വഹിച്ചല്ലോ. എന്താ എന്തിനാ? ചരക്ക് ഫസ്റ്റ് ക്ലാസ്. എത്ര പേരാ പുറകെ നടക്കുന്നേ. ആരുടെ കാര്യമാണ് പറയുന്നത്? വഹിച്ചോ? മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ അവിടെ കാല് പൊക്കിക്കളി കണ്ടതിന് ശേഷം കമിഴ്ന്ന് കിടന്നാ പോലും ഉറക്കം വരുന്നില്ല. അളിയെ കാത്തിരുന്ന് പിടികൂടിയ സാധനം ഉഗ്രൻ. ചന്ദ്രൻ, മര്യാദയ്ക്ക് സംസാരിക്കണം. ശരി, മര്യാദയ്ക്ക് സംസാരിക്കാം. നീ യോഗ്യൻ, ശുദ്ധൻ എന്നാ അവളെ ഇങ്ങോട്ട് വിട്ടേര്. ഞാനൊരു കൈ നോക്കട്ടെ. നിന്റെ ആളാണെന്ന് വിചാരിച്ച ഞാൻ പൗളിയാത്ത് ഇനി കയറിയിട്ടോളാം. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ റൂം. പുറത്തിറക്കാൻ. ഈ ഹോസ്റ്റലിൽ നിന്റെ തന്തരവകയൊന്നുമല്ല. പിന്നെ നിന്റെ നന്ദനോയാണ്. അല്ല, നിന്റെ തന്തയിലാണെന്ന് വെച്ചോ. തമ്പയ്ക്ക് പറയണം. ഈ പറഞ്ഞ ഞാൻ ശരിയാക്കണം. ആരെങ്കിലും അടുത്ത് വന്ന കൊന്നു കളഞ്ഞ വേണോ? വേണോ? യവനെ വലിച്ചെടുത്ത് യവന്റെ മുറി കൊണ്ടിട്ടേക്കടാ. നിങ്ങൾ തല്ലുകൊണ്ടാണ് കാണുന്നത് അല്ലേ? ഇവനാണ് സാർ വഴക്കണം. ശരിയാണ് സർ. വേണ്ട സർ, എന്നെ ഡിസ്മിസ് ചെയ്തേക്കണം. നീ വിഷമിക്കാതിരിക്ക. ഈ പണി എനിക്ക് പറ്റിയതല്ല. വല്ല പട്ടാളത്തിലും ചേരണമെന്ന് കുറെ നാളായി പ്ലാൻ അടിക്കാറില്ല. താങ്ക് യു സർ. വല്ലയിടത്തും വെച്ച് കാണാനേ. എല്ലാത്തിനും ഞാനാ കാരണക്കാരി. ഞാൻ കാരണമാണ് വഴക്കും തല്ലും എല്ലാം ഉണ്ടായത്. ബാലേട്ടന്റെ ഏറ്റവും വലിയ കൂട്ടുകാരന്റെ ജീവിതം നശിച്ചു. എനിക്ക് ആകെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നത് അവൻ മാത്രമായിരുന്നു. സസ്പെൻഡ് ചെയ്തെന്ന് വെച്ച് പഠിത്തം ഉപേക്ഷിച്ചു പോണോ? അവൻ അങ്ങനെയാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. ഞാൻ ഡാൻസ് ചെയ്യാൻ പാടില്ലായിരുന്നു ഇല്ലേ ബാലേട്ട? അല്ല, പ്രഭ ഇനിയും ഡാൻസ് ചെയ്യണം. ഇനിയും. പക്ഷേ അത് ബാലേട്ടന്റെ മുമ്പിൽ മാത്രമായിരിക്കും. കുഞ്ഞെ, അദ്ദേഹം കുളിച്ചുമില്ല, ഒരു കപ്പ് ചായ പോലും കുടിച്ചിട്ടില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോ കട്ടിലിൽ മയം കിടക്കുന്നു. നല്ല ചൂടുണ്ട്. ഇങ്ങനെ സമയാസമയത്തിന് ആഹാരം കഴിക്കാതെ ജോലി ചെയ്താൽ എന്താകും? ഒരു മാസത്തെ അവധി എടുത്ത് ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോയി താമസിക്കാൻ പറയണം. പറഞ്ഞു കേൾക്കുന്ന ആളല്ലേ. എനിക്കുന്നേ കിടന്നുള്ളൂ. ആട്ടെ, ഇന്നലെ രാത്രി ഉറങ്ങിയോ? ഉറങ്ങി ഡോക്ടർ. എത്ര നാൾ കൂടി ഇരുന്നാണ് എന്റെ മകൾ ഉറങ്ങിയതെന്ന്. ബോധമറ്റതുപോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഭയപ്പെടാനില്ലെന്ന്. ആട്ടെ, ഇപ്പൊ എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? ഇല്ല, എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു എന്നുള്ള തോന്നലേ എനിക്കിപ്പോഴുള്ളൂ. അതിൽ നിന്നുണ്ടാവുന്ന ആശ്വാസം. ഇനി മരിച്ചാലും ഡോക്ടർ, ഈ വാക്കുകൾ ആവർത്തിക്കരുതെന്ന് പറയണം.
അതെ, ഞങ്ങളാരും മനുഷ്യരല്ലേ? ഞങ്ങൾക്കൊന്നും ഹൃദയമില്ലേ? അയ്യോ, എന്ന് ഞാൻ പറഞ്ഞു. മൈലുകൾക്കപ്പുറത്ത് പല പല ആശുപത്രികളിലും വേദനയോടെ നിമിഷങ്ങൾ തള്ളി നിൽക്കുമ്പോൾ ഒരേ ഒരു ആഗ്രഹമേ എനിക്കുണ്ടായിരുന്നു, ഇവിടെ വന്ന് എത്തിച്ചേരണമെന്ന്. അത് സാധിച്ചില്ലേ മോളെ? ഇനിയെങ്കിലും വിഷമിക്കേണ്ട മാറും. രോഗമുള്ളവരുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. എന്നാലും സാരമാക്കേണ്ട മാറും. ഇനിയും ചില ടെസ്റ്റുകൾ വരാനുണ്ട്. ഞാനത് നോക്കിയിട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡ്യൂട്ടി നഴ്സിനെ വിളിക്കാം. കൊച്ചപ്പേട്ട ഈ ബെഡിൽ കിടന്നു. ഇതായി നമ്മുടെ പഴയ ഗ്യാസ് കൊച്ചപ്പനല്ലേ? കൊച്ചപ്പന്റെ ഏമ്പൊക്കെ ഇതുവരെ മാറിയില്ലേ? മറ്റവൻ നിന്ന് ഏത് മൂത്രം ഇപ്പൊ മാത്രമുണ്ട്. എന്നാലും ആ പഴയ ശാരീര ഗുണം ഇപ്പോഴില്ല. പഴയത് എടുത്തു നിൽക്കാൻ ഒരു രസമുണ്ടായിരുന്നു. അല്ല, നേതാവിന്റെ അസുഖം ഇതുവരെ മാറിയില്ല. ഓ, അതിങ്ങനെ വന്നും പോയും ഒക്കെ ഇരിക്കും. പറഞ്ഞു വിടാനൊക്കോ? വലിയ വലിയ റെക്കമെൻഡേഷൻസും ഉണ്ടല്ലേ വരുന്നത്. അപ്പൊ സൂക്കൻ എന്തോന്നാ? രാഷ്ട്രീയം മതിയല്ലോ. അതല്ലേ സൂക്കൻ വെച്ച് ഏറ്റവും വലിയ രോഗം. പിന്നെ ഈയിടെയായി നിങ്ങൾ ഈ ആശുപത്രിയിൽ കൊടുക്കുന്ന പാലിന്റെയും റൊട്ടിയുടെയും അളവ് വളരെ കുറവാണ്. എന്നാ ആര് പറഞ്ഞു? ഞാൻ തന്നെയല്ലേ അനുഭവസ്ഥൻ. എത്രയോ കാലമായി ഞാൻ ഇവിടുന്ന് കഴിക്കുന്നവനാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ചോരയും വിയർപ്പുമാണ് ഈ ആശുപത്രിയിൽ റൊട്ടിയും പാലുമായി വരുന്നത്. നിങ്ങൾ ഇനിയും തുടരാനാണ് ഭാവമെങ്കിൽ ഞാനിത് പത്രപംക്തിയിൽ എഴുതും, ഞാൻ ഒച്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഇതിനെപ്പറ്റി സത്വരമായി ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ അധികാരി വർഗത്തെ അറിയിച്ചേക്കണം, കേട്ടോ? അച്ഛാ, എന്താ മോളെ? അച്ഛൻ കുളിച്ചില്ല, ഒന്നും കഴിച്ചില്ലല്ലോ. എന്താ അച്ഛാ? എല്ലാറ്റിനും കാരണക്കാരൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എന്നാര് പറഞ്ഞു? എല്ലാം വിധിയാണ് അച്ഛാ. ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. അല്ല മോളെ, എന്റെ അത്യാഗ്രഹം കൊണ്ടാണ്. പണമെന്ന് കേട്ടപ്പോ മറ്റെല്ലാം ഞാൻ മറന്നുപോയി. ഒരച്ഛന് മകളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാവമാണ് ഇത് ചെയ്തത്. ഞാൻ മരണത്തെക്കുറിച്ച് പറഞ്ഞു അച്ഛൻ എതിർക്കും. കഴിഞ്ഞതിനെ കുറിച്ച് ഒരിക്കലും ഓർക്കരുതെന്ന് പറഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല. നിന്റെ വിവാഹത്തിന് മുമ്പ് ആ ഡോക്ടറെ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം അച്ഛാ? അദ്ദേഹം പഠിക്കുന്ന കാലത്തും ഇത്ര നല്ലവനായിരുന്നു മോളെ. അദ്ദേഹം എന്നും നല്ലവനായിരുന്നു അച്ഛാ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ. അന്നൊക്കെ എന്ത് സന്തോഷമായിരുന്നു ആ മുഖത്ത്. എല്ലാവരുടെ സന്തോഷവും ഞാൻ കെടുത്തി. പാപം ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ് ഞാൻ. ഇനി മതി, അച്ഛൻ പോയി കുളിച്ച് വല്ലതും കഴിക്കും. ശരിയാ, ഞാൻ പോയിട്ട് വരാം. നിനക്കും വല്ലതും കഴിക്കണമല്ലോ. അതും ഇതുമൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ സ്വസ്ഥമായി കിടക്കണം. എല്ലാ ടെസ്റ്റുകളും നോക്കി, ഒന്നിനും ഒരു തകരാറും കാണില്ല. എനിത്തിങ് റോങ് ഡോക്ടർ? ഡോക്ടർ, മിസ്സസ് പെർഫോമനൻ ഫെയിന്റ് ചെയ്തു. വല്ലാതെ വിയർക്കുന്നു, ശരീരമാകെ തണുത്തുപോയി. റൂമിൽ ആരുമില്ല, ഞാൻ ബൈച്ചാൻസിൽ കണ്ടതാണ്. സിസ്റ്റർ, കോറൻ ഉണ്ട്.
ഉടനെ ഡ്രിപ്സ് കൊടുക്കും. യെസ് ഡോക്ടർ. ഭയപ്പെടാനൊന്നുമില്ല. 4-5 മിനിറ്റുകൾക്കുള്ളിൽ he'll be all right. Her pulse is normal. നിങ്ങളെല്ലാം പുസ്തു, ഞാനിവിടെ വെയിറ്റ് ഡോക്ടർ. ഡോക്ടർ വല്ലാതെ ക്ഷണിച്ചിരിക്കുന്നു. റൂമിൽ പോയി അല്പം റെസ്റ്റ് എടുത്താൽ. വേണ്ട, സദാശിവം പുസ്തുള്ളൂ. ആ ജനറൽ വാർഡിൽ 1-2 പേഷ്യൻസിന് അല്പം സീരിയസ് ആണ്. പോയി നോക്കിയിട്ട്. യെസ് ഡോക്ടർ.